കൊടുവള്ളിയിൽ ഒരു 360 വോട്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LDF അധികാരത്തിൽ വരും. എന്നതുപോലെ കട്ടിപ്പാറയിൽ 800 വോട്ടിന്റെ ലീഡ് LDF ഉണ്ടായിട്ട് പോലും അവിടെ ഭരിക്കാൻ കഴിയുന്നില്ല. UDF ആണ് അവിടെ അധികാരത്തിൽ വന്നത്. കൊടുവള്ളി പോലുള്ള സ്ഥലങ്ങളിൽ മുല്ലപ്പൂ പോലുള്ള വിപ്ലവം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ഭരണസമിതി കൊണ്ടുവരുന്ന ജനോപകാരപ്രദമായിട്ടുള്ള നല്ല പദ്ധതികൾക്ക് പിന്തുണ നൽകുകയാണ് പ്രതിപക്ഷം നൽകേണ്ടത്. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നവർ പ്രതിപക്ഷത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകിക്കൊണ്ട് തന്നെ പരിഗണിക്കുമ്പോൾ മാത്രമേ വികസനം പൂർത്തിയാകുകയുള്ളൂ. നമുക്കറിയാം, ഇന്ന് അധികാരത്തിൽ വന്ന കോഴിക്കോട് കോർപ്പറേഷനിലും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും കട്ടിപ്പാറയിലും ഒക്കെ തന്നെ നിസ്സാര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അധികാരത്തിൽ വന്നത്. കോഴിക്കോട് നൂറുകണക്കിന് വോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരും. കൊടുവള്ളിയിൽ ഒരു 360 വോട്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LDF അധികാരത്തിൽ വരും. കോർമോട്ടൂര്, മാനിപുരം, കളരാന്ത്രി, കരീറ്റിപ്പറമ്പ്, കരുവമ്പൊയില്, കരുവഞ്ഞി, സൗത്ത് കൊടുവള്ളി, തെടേക്കുന്ന് പോലുള്ള 8 വാർഡുകളിൽ 708 വോട്ട് ഭൂരിപക്ഷമാണ് UDF ലഭിച്ചത്. അവിടെ ഒരു 360 വോട്ട് LDF കിട്ടിക്കഴിഞ്ഞാൽ അവിടെ LDF അധികാരത്തിൽ വരും. എന്നതുപോലെ കട്ടിപ്പാറയിൽ 800 വോട്ടിന്റെ ലീഡ് LDF ഉണ്ടായിട്ട് പോലും അവിടെ ഭരിക്കാൻ കഴിയുന്നില്ല. UDF ആണ് അവിടെ അധികാരത്തിൽ വന്നത്. അപ്പൊ നമ്മൾ പ്രതിപക്ഷം ബഹുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് തുല്യ പരിഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞാൽ നാടിന് വികസനം ഉണ്ടാവും. കഴിഞ്ഞ 20 വർഷമായി കൊടുവള്ളിയിൽ രാഷ്ട്രീയ നയിക്കം കൊണ്ട് ധാരാളം പദ്ധതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് നഷ്ടപ്പെട്ട്, ഗവൺമെന്റ് കോളേജ് നഷ്ടപ്പെട്ട്, പരശേഷം നഷ്ടപ്പെട്ട്, ഗ്രാമീണ കോടതി നഷ്ടപ്പെട്ട്, IHRD നഷ്ടപ്പെട്ട്, സ്കിൽ ഡെവലപ്മെന്റ് ഓഫീസ് നഷ്ടപ്പെട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് നഷ്ടപ്പെട്ട്, സ്മാർട്ട് വില്ലേജ് ഓഫീസ് നഷ്ടപ്പെട്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് അനുവദിച്ച 3 കോടി നഷ്ടപ്പെട്ട്, അങ്ങനെ ഫ്ലൈ ഓവർ അണ്ടർ പാസേജ് നഷ്ടപ്പെട്ട്, അങ്ങനെ ധാരാളം പദ്ധതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഭരണസഭയിൽ തന്നെ കൊടുവള്ളി മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 22 കോടി രൂപയുടെ പദ്ധതിക്ക് പോലും പ്രതിപക്ഷം ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടാണ് ആ പദ്ധതി നടക്കാത്തത്. അതല്ലെങ്കിൽ പഴയ വില്ലേജ് ഓഫീസ് പൊളിച്ച് നിർമ്മിക്കാൻ കഴിയുന്നില്ല, ITക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല. ഇതൊക്കെ തന്നെ രാഷ്ട്രീയ അനൈക്യം കൊണ്ടാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, രാഷ്ട്രീയ അനൈക്യം മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി വളരെ അത്യാവശ്യമായ ഒരു വികസന കമ്മിറ്റി രൂപീകരിക്കുകയാണ് വേണ്ടത്. അപ്പോ കൊടുവള്ളിയിൽ നിന്ന് വരെ നടക്കാത്ത ഒരു ടൗൺ പ്ലാനിങ്, അതല്ലെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെ വികസനത്തിന് മുൻതൂക്കം നൽകിയിട്ടില്ലെങ്കിൽ കൊടുവള്ളി പോലുള്ള സ്ഥലങ്ങളിൽ മുല്ലപ്പൂ പോലുള്ള വിപ്ലവം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്കറിയാം, ഇനി വരാൻ പോകുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ മണ്ഡലത്തിന്റെ അതിര്, വരുമ്പ്, നരമ്പ് അറിയുന്ന മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളെ അവിടെ MLA ആയി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം.